ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ നമ്മുടെ ചാനൽ കയറി നോക്കാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പാവയ്ക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് നമ്മൾ പാവയ്ക്ക നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തേങ്ങാക്കൊത്തും പച്ചമുളക് എടുത്തിട്ടുണ്ട്. പാവയ്ക്കയിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിച്ച് നന്നായിട്ട് നല്ലതായിട്ട് എല്ലായിടത്തും പാവയ്ക്കയിലെല്ലാം പിന്നെ പറ്റുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോഴത്തേന് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുമായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അന്നേരം ഒരുപോലെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് പാവയ്ക്ക. അപ്പം ഇത് കറക്റ്റായിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പാവയ്ക്ക കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്രൗൺ കളറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു കയ്പ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സവാള ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ കയ്പ്പൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പം വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും നമ്മുടെ കണ്ണിനായാലും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് നമ്മുടെ പാവയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പം ഇത് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബ്രൗൺ കളറാക്കി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് എടുത്തേക്കുന്നത്. അപ്പം എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ നമ്മുടെ ചാനൽ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് ട്രൈ നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.